അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്തിട്ടുള്ള ഏതേതു തീരുമാനങ്ങളും അതിൻ്റെ ആ തീരുമാനങ്ങളുടെ നാൾവഴികളെക്കുറിച്ച് പഠിച്ചാൽ കൃത്യമായി വിഷയത്തെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഒരുപാട് സമയമെടുത്ത് അതിൻ്റെ അടിവേരു മാന്തി ബോധ്യപ്പെട്ടതിൻ്റെ ശേഷമാണ് സമുദായത്തിൻ്റെ മുൻപിലേക്ക്, സമൂഹത്തിൻ്റെ മുൻപിലേക്ക് അതിൻ്റെ തീരുമാനം പ്രഖ്യാപിക്കാറുള്ളത്. ആ തീരുമാനം ഒരു പക്ഷേ പലർക്കും ദഹിച്ചു കൊള്ളണമെന്നില്ല. മനസ്സിലാക്കേണ്ടത്, സമസ്ത ഒരു തീരുമാനമെടുക്കുന്നത് ഒരു സുപ്രഭാതത്തിലല്ല. ഓരോ വിഷയങ്ങൾ വരുമ്പോഴും, ഇപ്പോൾ തുരീഖത്തിൻ്റെയൊക്കെ വിഷയങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്, ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ യോഗ്യരായ ഉലമാക്കളെ അതിനുവേണ്ടി ഏൽപ്പിക്കും, ഒരു സമിതിയെ ചുമതലപ്പെടുത്തും. എന്നിട്ട് അതിൻ്റെ അരികുകൾ ഓരോന്നും നാനാവശങ്ങളും പഠനവിധേയമാക്കി ഒരുപാട് നിരീക്ഷണങ്ങൾക്കും പരിശോധനകൾക്കും ശേഷമാണ് സമസ്ത തീരുമാനം പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ തീരുമാനങ്ങൾ ഒന്നും തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല എന്ന ഒരു പോസിറ്റീവ് കണ്ടന്റ് അത് അവകാശപ്പെടാൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് അർഹതയുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സ്വന്തമാണ്. അപ്പോൾ ചിലരൊക്കെ പരിഹസിക്കാറുണ്ട്, പറയേണ്ടത് തിരുത്തി പറയേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അത് വലിയ ഒരു അഭിമാനമായി എടുത്തു പറഞ്ഞ് നടക്കേണ്ട സംഗതിയൊന്നുമല്ല. തിരുത്തേണ്ടത് തിരുത്തണം എന്നൊക്കെ പറയാറുണ്ട്. തിരുത്തേണ്ടത് തിരുത്തണം, പക്ഷെ തിരുത്തേണ്ടി വന്നിട്ടില്ല എന്നതാണ് ഈ പ്രസ്ഥാനത്തിന് അല്ലാഹു തആല നൽകിയ മഹത്വം. ഖാദിയാനിസത്തിനെതിരെ, ഖാദിയാനിസം പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് അതിനെതിരെ ആദ്യമായി ഒരു മുസ്ലിം സംഘടന തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബ് ലോകം ഉൾപ്പെടെ പലരും ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, എന്തു നയമാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് എന്ന് അന്താളിച്ചു നിന്ന നേരത്ത് സമൂഹത്തോട്, സമുദായത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഖാദിയാനിസം പിഴച്ച പ്രസ്ഥാനമാണ്. അവരുടെ വിദണ്ഡവാദങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അതിലേക്ക് പോകാൻ പാടില്ല, ഈമാൻ നഷ്ടപ്പെടും. അന്ന് ദഹിക്കാതിരുന്ന എത്രയാളുകൾ പിൽക്കാലത്ത് അറബ് ലോകം ഉൾപ്പെടെയുള്ളവർക്ക് അത് ഏറ്റുപിടിക്കേണ്ടി വന്നില്ലേ? ദീനിൻ്റെ പടിക്ക് പുറത്താണവർ എന്ന് പറയാൻ ആദ്യമായി ആർജവം കാണിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരാണ്, പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അത് പറയാൻ ഇവിടെ ഒരു മടിയുമില്ല. കാരണം സമസ്ത തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിവേര് മാന്തി പരിശോധിച്ചതിൻ്റെ ശേഷമായിരിക്കും. ഇന്നിവിടെ ഈ വിഷയം പറയാനുള്ള സാഹചര്യം അത് മാത്രം ഇവിടെ പറയുകയാണ്. CIC-യുമായി ബന്ധപ്പെട്ട ആനുകാലിക വിഷയങ്ങളെക്കുറിച്ച് സവിസ്തരം നമ്മൾ പല സന്ദർഭങ്ങളിലായി ഇവിടെ പ്രതിപാദിച്ചു. അതിൽ CIC-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന, പിന്നീട് സമസ്തയുടെ നിർബന്ധത്തിന് വഴങ്ങി മാറ്റി നിർത്തപ്പെടേണ്ടി വന്ന് വീണ്ടും ചില കുതന്ത്രങ്ങളിലൂടെ ആ സ്ഥാനത്ത് അവരോധിതനായ ബഹുമാന്യനായ ഹക്കീം ഫൈസി ആദർശേരി, ആദർശ വ്യതിയാനം അദ്ദേഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് സമസ്തയാണ്. ആലുവ ത്വരീഖത്തിലേക്ക് പോകുന്ന ആളുകളെ മാറ്റി നിർത്തിയത് സമസ്തയാണ്. ഖാദിയാനിസം പിഴച്ചു എന്ന് പറഞ്ഞത് സമസ്തയാണ്. ഇങ്ങനെ ഒട്ടേറെ ത്വരീഖത്തുകൾ അടങ്ങുന്ന ഒട്ടേറെ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ പോകരുത് എന്ന് പറഞ്ഞത് സമസ്തയാണ്. ആ പറഞ്ഞതിലൊന്നും പിന്നീട് സമസ്തക്ക് തെറ്റുപറ്റിയതായി ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരോപണങ്ങൾ ആർക്കും ആരെക്കുറിച്ചും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും പറയാമല്ലോ. ഇവിടെയും പറയുന്നു, വ്യക്തിയാധിഷ്ഠിതമല്ല വിഷയം, വിഷയാധിഷ്ഠിതമാണ്. നമ്മളത് പഠിക്കണം, മനസ്സിലാക്കണം. ആദർശ വ്യതിയാനം സംഭവിച്ചു എന്ന് പറഞ്ഞ ആ മഹൽ വ്യക്തിത്വം, അദ്ദേഹത്തിന് ബിദ്അഈ ആശയം ഉണ്ട്. ആ ആശയം അദ്ദേഹം സമസ്തയുടെ ലേബലിൽ നിന്നുകൊണ്ട് സമസ്തയുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന, സമസ്തയെ കണ്ട് ജനങ്ങൾ, മാതാപിതാക്കൾ, രക്ഷിതാക്കൾ കുട്ടികളെ പഠിക്കാൻ പറഞ്ഞയച്ച സ്ഥാപനങ്ങളിലൂടെ അതിൻ്റെ പ്രചാരണം നടത്തുന്നുണ്ട് എന്ന് സമസ്ത പറഞ്ഞപ്പോൾ അന്ന് പലരും അത് പുച്ഛഭാവത്തോടുകൂടെ പറഞ്ഞു, അല്ലേ? പിന്നീട് സലഫി ആശയക്കാരായ, ബിദ്അഈ ആശയക്കാരായ മുജാഹിദ് സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രഭാഷകന്മാർ അവരുടെ വേദികളിൽ വന്ന് വിളിച്ചു പറഞ്ഞു, ഹക്കീം ഫൈസി മാത്രമല്ല, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നേരത്തെ ഒരു മാന്യദേഹം പറഞ്ഞതുപോലെ സ്ലീപ്പിംഗ് സെൽ,
ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, പിന്നെ അവരുടെ ഒന്നും പേരിപ്പോൾ ഞങ്ങൾ പറയുന്നില്ല, നിങ്ങളെല്ലാവരും കൂടെ അവരെ ആക്രമിച്ച് പുറത്താക്കുമെന്ന് പേടിച്ചിട്ട് അല്ലേ. അപ്പോൾ അവരും പറഞ്ഞു അവരുടെ ആളാണ് എന്ന്. ഇവിടെ ഉസ്താദുമാരുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട കാര്യവുമാണ്. ഇന്നലെ അത് അദ്ദേഹം ഒരിക്കൽ കൂടെ സ്ഥിരപ്പെടുത്തി. അതാണ് പറയുന്നത്, സമസ്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യത്തിൽ അത് പ്രകടമായിക്കൊണ്ടേയിരിക്കും. അത് സമൂഹത്തിന് ബോധ്യപ്പെടുന്നത് വരെ കുറച്ച് കാലം കൂടെ ചിലപ്പോൾ ഒരു പക്ഷേ എടുത്തേക്കാം, അതൊക്കെ പലർക്കും മനസ്സിലാകാൻ. ഏതാണെങ്കിലും മുളയിലെ ആ വിഷയം ധരിപ്പിക്കേണ്ട സമുദായത്തെ ധരിപ്പിച്ചും അവർക്ക് ബിദ്അത്തിന്റെ ആശയങ്ങളിലേക്ക് പോകുന്ന ആളുകളെ തടയിടാൻ വേണ്ട കവചങ്ങൾ തീർത്തും സമസ്ത അഭംഗുരം അജയ്യം അത് മുന്നോട്ട് പോവുകയാണ്. ഇതിലെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇദ്ദേഹത്തെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് CIC-യുമായി ബന്ധപ്പെട്ട ബന്ധവിച്ഛേദനവുമായി ബന്ധപ്പെട്ടൊക്കെ സുപ്രഭാതം പത്രം ചില വിഷയങ്ങൾ, ചില കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു. സമസ്ത മുഷാവറയുടെ വിശദീകരണം എന്ന് പറഞ്ഞ് ഒരു 8 പോയിന്റ്സുകൾ അത് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് സുപ്രഭാതം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ ഏറ്റവും അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു 3 പോയിന്റ്സ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് സമസ്തയുടെ കറാമത്ത്, സംഘടനയുടെ കറാമത്ത് എന്നല്ല, അതിന് നേതൃത്വം നൽകിപ്പോന്ന, അതിന് ബീജാഭാവം നൽകിപ്പോന്ന, അതിനെല്ലാവിധ സപ്പോർട്ടും നൽകിപ്പോന്ന കറകളഞ്ഞ ഔലിയാഇന്റെ ആരിഫിന്റെ മദത്, ആരിഫീങ്ങളുടെ മദത് ഇന്നും സമസ്തകളുടെ ജമിയത്തുൽ ഉലമക്കുണ്ട്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗമായിരുന്ന ബഹുമാന്യനായ കുഞ്ഞാണി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ, ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിൻ്റെ ശേഷമാണ് അദ്ദേഹം എഴുതി വെച്ച ഡയറി കണ്ടെടുത്തത്. ആരോടും പറയാതെ രഹസ്യമായി സൂക്ഷിച്ചു വച്ച ആ ഡയറിയിലെ കുറിപ്പിൽ അദ്ദേഹം 5 തവണ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദർശനം നടത്തിയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട്. ബന്ധം മനസ്സിലാക്കണം, സമസ്തയുടെ ബന്ധം, അതിൻ്റെ കടിഞ്ഞാൻ, അതിൻ്റെ ശൃംഖല, അത് ഇപ്പോഴും മുറിയാതെ അതിൻ്റെ കെട്ട് കിടക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റൗളയിലാണ്. അവിടുന്ന് അങ്ങോട്ട് അള്ളാഹുവിലേക്ക് പിന്നെ ദൂരല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സമസ്തക്കാർക്ക് ആത്മാഭിമാനത്തോടു കൂടെ തന്നെ പറയാം, സമസ്തയെടുത്ത തീരുമാനത്തിൻ്റെ പുറകിൽ പാറ പോലെ ഉറച്ചു നിന്നവർക്ക് മാത്രമാണ് രക്ഷ എന്ന് നമുക്ക് ഉറച്ച വിശ്വാസത്തോടെ ഉച്ചൈസ്തരം പറയാൻ സാധിക്കും. നോക്കൂ, സമസ്ത മുഷാവറയുടെ വിശദീകരണം വന്നതിൽ 8 പോയിന്റ് ഔട്ട് ചെയ്തതിൽ നിന്ന് 6-മത്തെയും 7-മത്തേതും 8-മത്തേതുമായ പോയിന്റുകൾ ഇവിടെ പറയുന്നുണ്ട്. അതിൽ 6 ഇങ്ങനെയാണ്, നമ്മൾ പ്രകടമായത് കാണുകയാണ്. 6 അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തി സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും അവ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ദീനിൽ പ്രധാനമായി ലക്ഷ്യമാക്കുന്നത് രാഷ്ട്രീയമാണെന്നും ഖുലഫാ ഉർ റാഷിദീങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് രാഷ്ട്രീയത്തിലാണെന്നും ഇൽമിലും ഫിഖ്ഹിലും ദിക്ർ ദുആയിലും മറ്റു ഇബാദത്തുകളിലുമായിരുന്നില്ലെന്നും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഒക്കെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചതും ജീവിച്ചതും മരിച്ചതും ഇബാദത്തുകൾക്ക് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് രാഷ്ട്രീയത്തിന് വേണ്ടിയായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ വളരെ വലിയ പണ്ഡിതന്മാരുടെ നിലപാട് ആപൽക്കരമാണെന്നും ഹക്കീം ഫൈസി പറഞ്ഞു. മറ്റൊരു പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിന് വേണ്ടി 1-2 ലക്ഷം രൂപയൊക്കെ ചെലവഴിക്കുന്നത് ധൂർത്താണെന്ന് പറഞ്ഞു. മുസ്ലിം ലോകം ഇക്കാലമത്രയും അനുവർത്തിക്കുന്ന നിലപാടിനെതിരാണിത്. സുന്നത്തായ കാര്യം ധൂർത്താണെന്ന് പറയാൻ പറ്റില്ല. സുന്നികളും ബിദ്അത്തുകാരും ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ വെച്ച് ഹക്കീം ഫൈസി പ്രസംഗിച്ചതിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്. അതിങ്ങനെ പറയുന്നുണ്ട്: പുത്തനാശയക്കാരുമായുള്ള തർക്കങ്ങൾ കേവലം ശാഖാപരമായതാണ്. അവ 4 മദ്ഹബുകൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം പോലെയാണ്. ഏതെങ്കിലും അഭിപ്രായമനുസരിച്ച് സ്വർഗത്തിൽ പോയാൽ മതിയല്ലോ. 6-മത്തെ പോയിന്റാണ് ഈ വായിച്ചത്. പുത്തനാശയക്കാരുമായിട്ടുള്ള ബന്ധം നോക്കൂ. ഇന്നലെ നിങ്ങൾ അദ്ദേഹം വളവന്നൂരിലെ ബിദഅകൾ സംഘടിപ്പിച്ച ഒരു സ്ഥാപനത്തിൽ പോയി പ്രഭാഷണം നടത്തി പോകുന്നത് നമ്മൾ കണ്ടു. കാരണം അദ്ദേഹത്തിനത് വിഷയമല്ല. കാരണം അത് മദ്ഹബുകൾ, അതിൻ്റെ 4 മദ്ഹബുകൾ എന്ന് നമ്മൾ പറയുന്നത് പോലും 4ഒന്നുമല്ല മദ്ഹബ്. ഇജ്തിഹാദിൻ്റെ കവാടം അടഞ്ഞിട്ടില്ല. അതിലേക്കൊക്കെ ഇനിയും ഇരച്ച് കയറി ആ വാതിലൊക്കെ തുറന്ന് ഇനിയും റിസർച്ച് നടത്താനുള്ള സ്പേസ് ഉണ്ട് എന്ന് വാദിക്കുന്ന ആളാണല്ലോ അദ്ദേഹം. അത്തരക്കാർ നേതൃത്വം നൽകുന്ന സംവിധാനത്തിലേക്ക് മക്കളെ പഠിക്കാൻ പറഞ്ഞയച്ചാൽ
എന്തായിരിക്കും അവരുടെ സുന്നത്ത് ജമാഅത്ത് ദീന് നഷ്ടപ്പെട്ട് ബിദഅകളുടെ ചാവേറുകളായി അവർ പുറന്തള്ളപ്പെടും എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത്? ഇവിടെ പറഞ്ഞത് മദ്ഹബിൻ്റെ വീക്ഷണ വൈജാത്യങ്ങളെ പോലെയാണ് ഈ ഇസങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ എന്നാണ്. അപ്പം അത്രയേ ഉള്ളൂ. അതിനങ്ങോട്ട് നിസ്സാരവൽക്കരിച്ച് അതിൻ്റെ പ്രചാരകനായി മാറുന്നത്, നേരത്തെ കാലക്കൂട്ടി മനസ്സിലാക്കി അത് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കാൻ, അദ്ദേഹത്തിലുള്ള ആദർശ വ്യതിയാനം പറയാൻ വേണ്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, ലേഖനം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 6 ഇന്നലെ കണ്ട ആ ചിത്രം ഇന്ന് വൈറലായി കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർമ്മയിൽ വേണം സമസ്തയെടുത്ത നിലപാടുകളുടെ തെളിമ എത്രത്തോളമാണ് എന്ന്. 7ാമത് പോയിന്റ് ഔട്ട് ചെയ്തു, ഇസ്ലാമിക വിശ്വാസത്തിനെതിരിൽ ഹക്കീം ഫൈസി പ്രസംഗിച്ചു. വാഫി വിദ്യാർത്ഥികൾക്ക് നിഷ്പക്ഷമായി മതങ്ങളെക്കുറിച്ചും ഇസങ്ങളെക്കുറിച്ചുമൊക്കെ പഠിപ്പിക്കുകയും ഏതാണ് ശരി എന്ന് തിരഞ്ഞെടുക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് വളരെ നിഷ്കളങ്കമായി നൽകുകയും അങ്ങനെ അവർ പഠിച്ചു മുന്നോട്ട് പോകുകയും ചെയ്യുന്നു. ഇത് ബുദ്ധിയുടെ വാതായനങ്ങൾ തുറന്നു വയ്ക്കുന്ന പാഠ്യപദ്ധതിയാണ്, അടഞ്ഞ കുറെ ചിന്തകൾ ചൊല്ലിപ്പഠിപ്പിക്കുന്ന കോഴ്സല്ല. എത്ര അപകടകരമായ വാക്കുകളാണിത്! മതങ്ങളെക്കുറിച്ച് ഇസങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള സ്വതന്ത്രമായ വാതായനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് അവർ പഠിച്ചു മനസ്സിലാക്കി അവർക്ക് ശരിയെന്ന് തോന്നുന്ന റൂട്ടിലൂടെ അവർക്ക് സഞ്ചരിക്കാം. ഇത് അപകടകരമല്ലേ? ഇതാണോ ഉലമാക്കൾ പഠിപ്പിച്ചു പോകുന്നത്? ഇതാണോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം? ഇസ്ലാമിൻ്റെ അകത്തളത്തിൽ നിന്ന് അതിൻ്റെ വേലിക്കെട്ട് പൊളിച്ച് പുറത്തു പോകാനുള്ള വാതിലൊരുക്കി കൊടുക്കുന്ന പണിയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാലെ കൂട്ടി അതിനെക്കുറിച്ച് വാണിംഗ് കൊടുത്തത്? അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്? വീണ്ടും അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് എഴുന്നള്ളിച്ചവരുടെ ഗൂഢലക്ഷ്യം കൂടി സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇവിടെ പറഞ്ഞത്. ഇത്തരം വാക്കുകൾ ഒരു മുസ്ലിമിൽ നിന്നുണ്ടായാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ എന്ന് ചിന്തിക്കുക. അപ്പോൾ പറഞ്ഞു, എന്നെക്കുറിച്ച് മുർത്തദ് എന്ന് പറഞ്ഞു, കാഫിർ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ഇന്ന് നന്നായി മനസ്സിലാക്കേണ്ടത്, ഇതേ ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്നാണ് യുക്തിവാദങ്ങളിലേക്ക് പലരും പോയത് അല്ലേ? ജാമിദ അടക്കമുള്ളവർ, ജബ്ബാർ അടക്കമുള്ളവർ, അവരെല്ലാം പറഞ്ഞത് ഞങ്ങളൊക്കെ സലഫി ആശയക്കാരായിരുന്നു. ആ സലഫി ആശയത്തിൽ നിന്നാണ് യുക്തിചിന്ത അവരുടെ മസ്തിഷ്കത്തിലേക്ക് കയറിയത്. അങ്ങനെ അവർ ഇസ്ലാം വിട്ടു, എക്സ് മുസ്ലിംസായി. ഇവിടെ പറഞ്ഞത് എന്താ? സ്വതന്ത്രമായി പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കി കൊടുക്കും, അത് പഠിച്ചിട്ട് വേണ്ട രൂപത്തിൽ പോകാം എന്ന് വെച്ചാൽ ഇതിൻ്റെ അപകടം എത്രത്തോളമാണെന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു മനസ്സിലാക്കാവുന്നതാണ്. 8ാമത് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വികലവാദങ്ങളിൽ 8ാമത് പറഞ്ഞത് വിഷയസംബന്ധിയായത് മാത്രം ഇവിടെ വായിച്ചു പോവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ 23 കൊല്ലം കൊണ്ട് 600 പേജാണ് പഠിച്ചതെങ്കിൽ നമ്മുടെ വഫിയ വിദ്യാർത്ഥിനികൾ 5 കൊല്ലം കൊണ്ട് 12,000 പേജുകൾ പഠിച്ചിട്ടുണ്ടാകും. അവർ റസൂലിനേക്കാൾ ഒരുപാട് ഇരട്ടി പഠിച്ചിട്ടുണ്ട്. ഒരു പ്രസംഗത്തിൽ ഹക്കീം ഫൈസിയുടെ വാക്കുകളാണിത്. ഇത് എന്തു കാര്യത്തിനു വേണ്ടി പറഞ്ഞതാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനാദരവിനോട് നിരക്കാത്ത പ്രയോഗങ്ങളാണ്. ഇത്തരത്തിലുള്ള ആദർശപരവും സംഘടനാപരവുമായ പ്രശ്നങ്ങൾ ഹക്കീം ഫൈസിയിൽ നിന്ന് പിന്നീടും ഉണ്ടായിട്ടുണ്ട്. കേവലം അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല അവ, ചിലത് മാത്രമാണ് മുകളിൽ കൊടുത്തത്. ഇതു കാരണം വിദ്യാർത്ഥികളും സമൂഹവും വഴിപിഴക്കാൻ ഇടയാകുമെന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് സമസ്ത അദ്ദേഹത്തിനെതിരെ തീരുമാനം കൈക്കൊണ്ടത്. പറയൂ നിങ്ങൾ, സമസ്ത കൊണ്ട തീരുമാനത്തിൽ എവിടെയെങ്കിലും 1 ഇഞ്ച്, 1 ചാൺ, 1 മുഴം അബദ്ധം അവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? അദ്ദേഹം ഇന്നലെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, ഇന്നലെയും അദ്ദേഹത്തിൻ്റെ ബിദഈ ആശയക്കാരുടെ സമ്മേളനത്തിലുള്ള സാന്നിധ്യം കൊണ്ട് അദ്ദേഹം അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇതിൻ്റെ പോസ്റ്ററുകളൊക്കെ ഔട്ട് ചെയ്ത സമയത്ത് ശിഷ്യന്മാരിൽ ചിലരൊക്കെ പറഞ്ഞിരുന്നു, ഞങ്ങളൊക്കെ വിളിച്ച് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പാണക്കാട് തങ്ങൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് പങ്കെടുക്കാം എന്ന് പറഞ്ഞതാണ്, എന്നാൽ തങ്ങൾ പങ്കെടുക്കില്ല എന്നാണ് അറിഞ്ഞത്, അതുകൊണ്ട് ഞാനും പോകില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആ വാക്ക് ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ ഔട്ട് ചെയ്ത ശിഷ്യന്മാർ ഇപ്പോൾ ആരായാലും കുഴപ്പമില്ല, സമസ്തക്കൊപ്പം നിന്നോളൂ പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ തീരുമാനങ്ങൾക്കൊപ്പം നിന്നോളൂ. അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. അള്ളാഹു നമ്മയൊക്കെ ഹിദായത്തിലാക്കി, നമ്മുടെ തലമുറകളെ ഹിദായത്തിലാക്കി, ഈമാനോടുകൂടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ മരിപ്പിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. വഴിപിഴക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്.
ഇന്ന് ഈ വഴി പിഴപ്പിക്കാൻ ഏറ്റവും നല്ലത് ഈ സുന്ദരമായ പ്രസ്ഥാനത്തിൻ്റെ ലേബിളിൽ അതിൻ്റെ ഫ്രെയിമിൻ്റെ അകത്തേക്ക് കയറിയിട്ട് വെൺചെതലുകളായി ഇതിനെ ഓരോന്നോരോന്നായി ഇതിൻ്റെ കഴുക്കോലുകളും ഇതിൻ്റെ ഓടും ഇതിൻ്റെ ഓലകളും ഒക്കെ പറിച്ച് ചീന്തിക്കളയലാണ് ഇത് പൊളിക്കാൻ ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കിയ ആളുകൾ നെയ്തെടുത്ത കുതന്ത്രത്തിൻ്റെ വലകളിൽ പെട്ടുപോയ ഒരുപാട് സാധുക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണമെങ്കിൽ പക്വതയോടുകൂടെ സംയമനത്തോടുകൂടെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇവിടെ വരാൻ പോകുന്ന അപകടം ചെറുതല്ല. ഒരുപാട് സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങൾ സമസ്തയുടേതാണ്. സമസ്തയെ കണ്ടുകൊണ്ടാണ് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ പഠിക്കുന്നതിന് വേണ്ടി ആ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. SKSSFുകാരാണ് ആ കുട്ടികൾക്ക് സിലബസ് പരിചയപ്പെടുത്തി കൊടുത്തത്. മദ്രസയിലും പള്ളികളിലും ജോലി ചെയ്യുന്ന സാധുക്കളായ ഉസ്താദുമാരാണ് കുട്ടികളെ ഈ ഒരു മേഖലയിലേക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി രക്ഷിതാക്കളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് എൻട്രൻസ് എഴുതാനുള്ള അവരെ കൊണ്ടുപോയത്. ഇതൊക്കെ നമ്മളൊക്കെ അനുഭവസ്ഥരാണ്, നമ്മളൊക്കെ സാക്ഷികളാണ്. നമ്മളൊക്കെ മുഖേന ഒരുപാട് കുട്ടികൾ അവിടെ എൻട്രൻസ് എഴുതിയിട്ടുണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ. അവരൊക്കെ പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കിയവരും ഉണ്ട്. പക്ഷേ ഇന്ന് അതിൻ്റെ പോക്കിൽ നമുക്ക് ആശങ്കയുള്ളത് കൊണ്ടാണ്. ആരാണോ ആശങ്കപ്പെടുത്തും വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ആ പ്രശ്നക്കാരായ ആളുകളെ മാറ്റി നിർത്തിയാൽ, പുകഞ്ഞ കൊള്ളികളെ മാറ്റി നിർത്തിയാൽ, ബാക്കി സംവിധാനം പരമാവധി സമസ്തക്കൊപ്പം നിർത്തിക്കൊണ്ട് അതിൻ്റെ കീഴിലായി ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കും വിധം മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്നു കരുതിയിട്ടാണ് ആത്മസംയമനത്തിൻ്റെ വഴികളിലൂടെ പ്രശ്നപരിഹാരത്തിന് സമസ്തയും അതിൻ്റെ ഉലമാക്കളും ശ്രമിച്ചത്. പക്ഷേ അതിന് തുരങ്കം വെക്കുന്ന പണികളെടുത്താണ് പലരും ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ആ ഐക്യ ചർച്ചകൾ പോലും തകർത്തെറിഞ്ഞത്. അതിൻ്റെ ഭവിഷ്യത്ത് എല്ലാവരും അനുഭവിക്കേണ്ടി വരും. എല്ലാവരും അനുഭവിക്കാൻ അത് ബാധ്യസ്ഥരാണ് എന്ന് പറയുകയല്ലാതെ നിർവാഹമില്ല. ഏതാണെങ്കിലും ഇവിടെ സുന്നത്ത് ജമാഅത്തനുസരിച്ച്, ഇസ്ലാം അനുസരിച്ച് പരിപൂർണ ഈമാനോടുകൂടെ ജീവിച്ചു മരിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒപ്പം നിൽക്കൽ മാത്രമാണ് കരണീയമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്.